സമസ്ത ലീഗ് ഭിന്നതകൾ പരിഹരിക്കാനുള്ള ശ്രമത്തിനിടെ സമസ്തയ്ക്കുള്ളിൽ പുതിയ പരാതി. മുഷാവറ യോഗത്തിന് മുന്നോടിയായി രഹസ്യ യോഗം ചേർന്നുവെന്നാരോപിച്ച് ഉമർ ഫൈസി മുക്കത്തിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. രഹസ്യയോഗം ചേർന്നവരെ സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ആവശ്യം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ ഒരു ആദരണീയമായ ബോഡിയാണ്. ആ ബോഡി അതിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് തീരുമാനമെടുക്കുമ്പോൾ അതെല്ലാവരും അംഗീകരിക്കും. അതേസമയം അതിന് മുമ്പ് ഒരു രഹസ്യ യോഗം ചേർന്നു, അങ്ങനെ യോഗത്തിൽ പ്രത്യേകമായ ഒരു അജണ്ട നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ അത് തെറ്റായ ഒരു പ്രവണതയാണ് എന്ന് എല്ലാവരും പറയും. അത്രയെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. സ്വാഭാവികമായും ഇത്തരം പ്രവണതകൾ ഉണ്ടാകുമ്പോൾ പരാതി നൽകാറുണ്ട്. പരാതി പരിഗണിക്കേണ്ടത് സമസ്തയുടെ മുതിർന്ന നേതാക്കളാണ്. അവരത് പരിഗണിച്ച് അവർ വിചാരിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, സമസ്തയിലെ ഭിന്നത വീണ്ടും മറനീക്കി പുറത്തു വരികയാണോ? ഇതിൽ ഉമർ ഫൈസി മുക്കത്തിന്റെ വിശദീകരണം ലഭിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു രഹസ്യയോഗം നടന്നോ? അനുജ, സംസ്ഥയ്ക്കകത്ത് ഭിന്നത രൂക്ഷമാകുന്നു. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പുതിയ പരാതി. സംസ്ഥാന മുഷാവറ യോഗം കഴിഞ്ഞ 6-ാം തീയതിയാണ് ചേർന്നത്. അതിന് മുന്നോടിയായിക്കൊണ്ട് സംസ്ഥയുടെ മുഷാവറ അംഗവും സെക്രട്ടറിയുമായിട്ടുള്ള ഉമർ ഫൈസി മുക്കം ഒരു രഹസ്യയോഗം വിളിച്ചു ചേർത്തു എന്നാണ് ലീഗ് അനുകൂല നേതാക്കൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് 6-ാം തീയതി ചേരുന്ന മുഷാവറയിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയെന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചു. അതിന് അനുകൂലമായിട്ട് എടുക്കുന്ന ആ നിലപാടുകളെ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടായി. അത്തരത്തിൽ മുഷാവറ അംഗങ്ങളായിട്ടുള്ള 12 പേരാണ് ഇത്തരത്തിൽ ഈ യോഗത്തിൽ പങ്കെടുത്തത് എന്നും ഈ കത്ത് നൽകിയ നേതാക്കൾ പറയുന്നു. അത്തരത്തിൽ ഉണ്ടാകുന്ന നേതാക്കളുടെ ആ ഒരു ആരോപണം, അതിൽ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉമർ ഫൈസി മുക്കത്തിനെതിരെ ഉയരുന്നത്. സംസ്ഥ എന്ത് നിലപാടെടുക്കണം എന്നുള്ളത് സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ സംസ്ഥാനയുടെ ജനറൽ സെക്രട്ടറിയും ഒക്കെയാണ് തീരുമാനിക്കുക. എന്നാൽ അതിന് മുന്നോടിയായിക്കൊണ്ട് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുകയും അത് സംസ്ഥാന മുഷാവറ യോഗത്തിൽ തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കുകയും ചെയ്യുന്നു. അത്തരം നടപടി ഉണ്ടാകുന്നത് സംസ്ഥയിലെ ഒരു ഭിന്നതയ്ക്ക് ഇടയാക്കുന്നു. 1989 ഉണ്ടായതിന് സമാനമായ രീതിയിൽ ഒരു ഭിന്നതയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. അത്തരം ഒരു സംഭവം ഒഴിവാക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കുള്ള കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ബഹാവുദ്ദീൻ നദ്വി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ജിഫ്രി തങ്ങൾക്കും അതുപോലെ തന്നെ സംസ്ഥയുടെ സെക്രട്ടറി ആയിട്ടുള്ള പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർക്കും കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്ത് അടുത്ത മുഷാവറ യോഗത്തിലായിരിക്കും പരിഗണിക്കുക. ഈ വിഷയത്തിൽ ഉമർ ഫൈസിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രതികരണം, ഇത്തരത്തിലുള്ള ഒരു യോഗം ചേർന്നിട്ടില്ല, യോഗം ചേർന്നത് ഒരു മഖ്ബറ സിയാറത്തുമായി ബന്ധപ്പെട്ടാണ്, അല്ലാതെ സംസ്ഥയുടെ നേതാക്കൾ എടുക്കുന്ന തീരുമാനങ്ങളെ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ മുഷാവറയുടെ തീരുമാനങ്ങളെ അട്ടിമറിക്കാനോ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയോ ഒരു വിധത്തിലുള്ള യോഗം ചേരുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു നിലപാടും വരുന്നുണ്ട്. ഏതായാലും ഈ സംസ്ഥയുമായി ബന്ധപ്പെട്ട് ലീഗ് അനുകൂലികളും അതുപോലെ ലീഗ് വിരുദ്ധ ചേരികളും രണ്ടായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിക്കൊണ്ട് ജിഫ്രി തങ്ങളും അതുപോലെ തന്നെ സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ളവരും ചർച്ച നടത്തുന്നു. ആ ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ പുതിയൊരു പരാതി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അത് ഒരു വിള്ളൽ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സമസ്തയിലെ ഭിന്നത വീണ്ടും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.